ശ്രീ കെ മുരളീധരൻ്റെ സാന്നിധ്യം എന്ത് ചേഞ്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ പറഞ്ഞ ചേഞ്ച് അതിലൊരു ഫാക്ടറാണോ? തീർച്ചയായിട്ടും ശ്രീ കെ മുരളീധരനാണ് ഇലക്ഷൻ്റെ കാര്യങ്ങളെല്ലാം നയിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽക്കുള്ള നമ്മുടെ പ്രചരണ ജാഥ മുതൽക്കുള്ള പിന്നെ എല്ലാ വാർഡുകളുടെ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ടുള്ള ഇതുവരെ കോൺഗ്രസ് നടത്താത്ത, നമുക്ക് എല്ലാം വെളിയിൽ പറയാൻ കഴിയുകയില്ല. പക്ഷേ വളരെ ഒരു എനിക്കൊക്കെ ഒരല്പം നേരത്തെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഒരു കൃത്യമായിട്ടുള്ള വർക്ക് ഇതുവരെ നടന്നിട്ടില്ല. അതിൽ ഗുണം കിട്ടും എന്നെ വിശ്വാസം. ഇപ്പോൾ ജനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നേരിട്ട് ജനങ്ങളുമായിട്ട് ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. അവരുടെയൊക്കെ സംഭാഷണത്തിൽ നിന്നും ബോഡി ലാംഗ്വേജിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? അവരുടെ മനസ്സിലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഇപ്പോൾ കോർപ്പറേഷൻ്റെ മെയിൻ ഇഷ്യൂ ആൾക്കാർ തെരുവുനായ ശല്യം തന്നെയാണ്. ഏത് വീട്ടിൽ ചെന്നാലും. കാരണം ആൾക്കാർ നമ്മൾ വീട് ഗേറ്റ് തുറന്ന് പോകുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ പറയുന്നത് സാറേ ഗേറ്റ് ഒന്ന് അടച്ചേക്കണം, അല്ലെങ്കിൽ പട്ടി കയറുന്നുള്ളൂ. ഈ തെരുവുനായ ശല്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാൻ തന്നെ, എൻ്റെ മകൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. എൻ്റെ വീട്ടിലും രാത്രി ഞാനിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് 12 മണിക്ക് എത്തുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ് 8 പട്ടി കിടക്കുന്നത്. അവർ മാറിയാലേ എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തെരുവുനായ ശല്യം ബിഗസ്റ്റ് വിഷയമാണ്. പിന്നെ ഈ കോർപ്പറേഷനിൽ ഇവരുടെ അഴിമതി ജനങ്ങൾ കാര്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ശബരിമല വിഷയം ശരിക്കും സംസാരിക്കും ജനങ്ങൾ ഇതെല്ലാ ദിവസവും ടി വി കാണുന്നതല്ലേ. അത് രാഷ്ട്രീയം പറയുകയല്ല. ഈ അയ്യപ്പൻ്റെ, അത് ഹിന്ദുക്കൾ മാത്രമല്ല, അയ്യപ്പൻ്റെ പണം കട്ട ആൾക്കാർ ഇനിയും എന്തും കക്കും എന്നാണ് പറയുന്നത്. ഈ കക്കുന്നതിനൊരു ലിമിറ്റില്ല എന്ന് പറയത്തില്ലേ. അയ്യപ്പൻ്റെ പണം കട്ട ആൾക്കാർ അവരിനിയും അവരെന്തുമാത്രം നീചരായിരിക്കും എന്നാണ് ദൈവത്തിൻ്റെ അതെല്ലാവരും പറയുന്നുണ്ട്.